ഹലോ എവറി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക, നമുക്കൊരു അടിപൊളി പാറ്റേൺ അല്ല ഡ്രോയിങ് വരയ്ക്കാം. നമുക്ക് ബെഡ്ഷീറ്റ്സിലൊക്കെ കാണുമായിരിക്കും. ഇത് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. പിന്നെ ഇന്നലെ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്ത് ഇന്നലെ ടൈം കിട്ടിയില്ല. പിന്നെ ഇന്നിപ്പോൾ എന്ത് വീഡിയോ ഇടുമെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇന്നൊരു ക്ലേ ഉണ്ടാക്കി, എയർഡൈ ക്ലേ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ വീഡിയോ എടുത്തില്ല, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. ഞാൻ ഇന്ന് ഒരു ക്ലേൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക് വേണ്ടി തന്നെ ആവും പോസ്റ്റ് ചെയ്തത് ഞാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് വരച്ചെടുക്കണം, ഫുള്ളൊന്ന് വരച്ച് സംഭവം ആക്കിയെടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഔട്ട്ലൈൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ബ്രൗൺ കളർ സ്കെച്ചിട്ടാണ് ഔട്ട്ലൈൻ ചെയ്യുന്നത്. നമ്മൾ ബ്രൗൺ ആയിരിക്കും ഇതിന് കൂടുതലും മാച്ചിങ് ആയിട്ട് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ ഇട്ട് തന്നെ ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് ഫുള്ളി ഒന്ന് ബ്രൗൺ ഇട്ടിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഇത് നമുക്ക് എടുത്തിട്ട് എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നമുക്ക് നമ്മുടെ വാളിലൊക്കെ ഹാങ് ചെയ്യാനായിട്ട് നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഉണ്ടാവുമല്ലോ കയ്യിൽ. അപ്പോൾ ഫോട്ടോ ഫ്രെയിമിലൊക്കെ നമുക്ക് എടുക്കാനായിട്ട് നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. നമ്മൾ ഗ്ലാസ് ഫോട്ടോ ഫ്രെയിം ഉണ്ടല്ലോ, അതിൽ നമുക്കിടാം. ഇപ്പോൾ നമുക്ക് അല്ലാതെയും എന്തെങ്കിലും ബുക്കിൻ്റെ കവർ പേജായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഡിസൈൻ യൂസ് ചെയ്യാം. അത് നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു ഡിസൈൻ. ഇപ്പോൾ നമ്മൾ ലൈറ്റ് ബ്ലൂ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒരു വാട്ടറിൻ്റെ മാർക്ക് പോലെ വരുന്നുണ്ട്. ആ ഒരു സംഭവത്തിനും നമ്മൾ ലൈറ്റ് ബ്ലൂ ഇട്ട് ചെയ്യണം. അതിലൊരെണ്ണം ഞാൻ ബ്രൗൺ ചെയ്തു, അപ്പോൾ അത് ഞാനറിയാം ഒരു മിസ്റ്റേക്ക് പറ്റിയത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വരയും കൂടെ വരയ്ക്കാനുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയതാണ്. ഒന്ന് വരച്ചെടുക്കാം. നമുക്ക് ഡാർക്ക് ഗ്രീൻ സ്കെച്ച് പെൻ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഫുള്ളി ഒരു കമ്പൊന്ന് ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുക്കണം. നമുക്കൊന്ന് ഫുള്ളി ഒന്ന് കളർ ചെയ്തെടുക്കണം. ഡാർക്ക് ഗ്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഭയങ്കര കുത്തി ഡാർക്കൊന്നും ആക്കണ്ട, ലൈറ്റ് തന്നെ മതി. ഫുള്ളി ഒന്ന് കളർ ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് കുറച്ച് ഒരു യെല്ലോ ഷെയ്ഡ് വരണം. കുറച്ച് ലീവ്സിൻ്റെയൊക്കെ നടുക്ക് വരുന്ന ഒരു സ്റ്റെം പോലത്തെ സംഭവമുണ്ടല്ലോ ഇപ്പം, അത് നമുക്ക് അതും കൂടെ ഒന്ന് അതേപോലെ ഒന്ന് യെല്ലോ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതേ മേളിൽ ഒരിടത്തും കൂടെ ഒന്ന് സ്റ്റമ്പ് എടുക്കാനുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ഇപ്പോൾ നമുക്ക് ലൈറ്റ് ഗ്രീൻ കളർ വെച്ചിട്ട് ഈ ഒരു വട്ടത്തിലുള്ള ലീവ്സൊക്കെ കണ്ടോ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് അതിൻ്റെ ബോർഡർ മാത്രം കേട്ടോ, അതാണ് ഇവിടുത്തെ ഒരു പാറ്റേൺ. നമുക്ക് അതൊന്ന് ഫുള്ളി ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവർ ഒന്ന് ഡിസൈൻ ചെയ്യണമല്ലോ. നമുക്ക് ആ ഫ്ലവറിൽ ഒരു പേർപ്പിൾ ഷെയ്ഡാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പേർപ്പിൾ അല്ല പിങ്ക് ആണെങ്കിലും ഈ ബ്ലൂ ആണെങ്കിലും ഏത് ഷെയ്ഡ് വേണമെങ്കിലും കൊടുക്കാം. എനിക്ക് പേർപ്പിളാണ് ഇഷ്ടം, ആണ് ഞാൻ കൊടുത്തത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ മാത്രം